Stardom with Chittu Susan. Java വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, റോബസ്റ്റ് ആണ്. ഇത്രയും പറയുമ്പോൾ തന്നെ you know who my guest for today is. Please welcome Vinay Fort. Welcome to Stardom, Vinay. Thanks. Actually മാവ അല്ല ജാവയാണ്. പിന്നെ ഇപ്പൊ മൺസൂൺ മാംഗോസ്. മാവയും താങ്കളും തമ്മിൽ എന്താ ബന്ധം? മൺസൂൺ മാംഗോസ് എന്ന് പറഞ്ഞ സിനിമയുടെ പേരാ. ഇപ്പൊ അതിനു മുമ്പ് പറഞ്ഞൊരു സിനിമയിലെ ഡയലോഗ്. അതെ. ആ ഡയലോഗ് ഒരുപാട് ഹിറ്റായി, അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തി. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ എന്താ പറയാ, നമുക്ക് ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഡയലോഗാണ്, പിന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു ഡയലോഗാണെന്നൊക്കെ. അപ്പൊ അതിലൊരുപാട് സന്തോഷമുണ്ട് കാര്യം. ഓക്കെ, മൺസൂൺ മാംഗോസിന്റെ സ്റ്റോറി ലൈൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? ഇപ്പോൾ ഞാൻ അഭിനയിച്ച ഒരു സിനിമയാണത്. ഏറ്റവും അടുത്ത ദിവസം ജനുവരി 15 മൺസൂൺ മാംഗോസ് തിയേറ്ററിലെത്തും. മൺസൂൺ മാംഗോസിൻ്റെ ഒരു സ്റ്റോറി ലൈൻ നമുക്ക് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. മൺസൂൺ മാംഗോസിനെ കുറിച്ച് ആളുകൾ ചോദിക്കും എന്താണ് മൺസൂൺ മാംഗോസ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രailer ഭയങ്കര വൈറലായി. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കേണ്ടായി, അതായത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ട്രailer ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നു മൺസൂൺ മാംഗോസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കൽ ക്രൂവും വൈറ്റ്സ് ആയിരുന്നു. അപ്പം എനിക്കിത് ഇപ്പം ഞാനും ആ ട്രailer കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഗ്രാൻഡ് ബുദാപെസ്റ്റ് ഹോട്ടലൊക്കെ ഉണ്ട്. അതൊരു ഇൻ്റർനാഷണൽ ഫീലുണ്ട് ആ ട്രailerന്. അപ്പോൾ ഒരു ആബ്സല്യൂട്ട്ലി ഡിഫറെൻറ്റ് സിനിമയായിരിക്കും. എന്ത് തേങ്ങാന്നാ പറഞ്ഞേ? മാങ്ങകൾ, മൺസൂൺ മാംഗോസ്. ഒരു കോമഡി മൂവിയാണ്. നമുക്കത് മറ്റേ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. കാര്യം സിനിമ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സിനിമ പറയുന്നത് ഒരുപാട് പരാജയപ്പെട്ട ആളുകളുടെ കഥയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അബി വർഗീസ് എന്ന് പറഞ്ഞ സംവിധായകൻ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ട ലൈഫിൽ തന്നെ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അക്കരെ കാഴ്ചകൾ എന്ന് പറഞ്ഞ ടെലി സീരീസ് ചെയ്തിട്ട്. അപ്പൊ അക്കരെ കാഴ്ചകളിലുള്ള ഒരു തമാശയുടെ എലമെന്റ് ഉണ്ട്. അതായത് തമാശയ്ക്ക് വേണ്ടി ഒരിടത്തും തമാശയില്ല, കഥാപാത്രങ്ങളുടെ അവസ്ഥയും അല്ലെങ്കിൽ സിറ്റുവേഷൻസുമാണ് തമാശകൾ ഉണ്ടാകുന്നത്. ഒരു 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 യങ്സ്റ്റർ, അയാൾക്ക് പണിയൊന്നും പറഞ്ഞുകൂടാത്തൊരു യങ്സ്റ്റർ സിനിമ ചെയ്യാൻ ശ്രമിക്കുകയും വളരെ മോശപ്പെട്ടൊരു നടനെ കിട്ടുകയും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ക്രൂവിനെ കിട്ടുകയും അങ്ങനെ ഇയാളെ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തമാശ എന്ന് പറയുന്ന സാധനം ഒബ്വിയസ്ലി ഉണ്ട്, സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെയുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു സ്റ്റോറി, അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് സിനിമ. ആക്ച്വലി ഒത്തിരി മൂവീസ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ആൻഡ് ബിയോണ്ട് ദാറ്റ് ചാർലി ഇപ്പൊ ഇറങ്ങിയപ്പോൾ അതിന് തന്നെ വ്യാജ സിഡിയുടെ ഇഷ്യൂ ഉണ്ടായി. മുമ്പ് ഫോർ യുവർ മൂവി പ്രേമത്തിനും ആ ഒരു ഇഷ്യൂ ഉണ്ടായി അല്ലേ? ഇപ്പൊ പേടിക്കുന്നുണ്ടോ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും അങ്ങനെ ഒരു വ്യാജ സിഡികൾ ഇറങ്ങും എന്നുള്ള ഒരു കാര്യത്തില്? ഇതൊരു പുതിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു സിനിമ, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ സിനിമ ഉണ്ടായ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഒരുപക്ഷെ വ്യാജ സി ഡി ആയിരിക്കില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഫോമിൽ ഒരു പൈറസി അവിടെ നടക്കുന്നുണ്ട്. ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കഷ്ടമുള്ളൊരു കാര്യം. ഒരു സിനിമ എന്ന് പറയുന്നത്, ഒരു സിനിമ നടക്കുമ്പോൾ ഒരു 100-125 ആളുകളുടെ ലൈഫാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 110, 125, 150 ആളുകളുടെ ജീവിതമാണ്. സിനിമ ഇൻഡസ്ട്രീനെ ആശ്രയിച്ച് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ്. അത് പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് സിനിമകൾ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പ്രേമം പോലത്തെ ഒരു സിനിമ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നിന്നുള്ള ഏറ്റവും മികച്ച പ്രൊഡ്യൂസറാണ് ശ്രീ അൻവർ റഷീദ്. അല്ലെങ്കിൽ ആ സിനിമയുടെ ഒപ്പം അദ്ദേഹം നിന്നതും, അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ ഒബ്വിയസ്ലി വലിയൊരു ഭയങ്കര ക്വാളിറ്റിയുള്ള ഫിലിം മേക്കറാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ റിസോഴ്സസ് കൊടുത്തതും, അല്ലെങ്കിൽ അൽഫോൺസിന് വേണ്ട ടൈം കൊടുത്തതും ഫുൾ സപ്പോർട്ട് ചെയ്ത അൻവർ റഷീദാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ പൈറസി ഇഷ്യൂവിൽ വന്ന നഷ്ടങ്ങൾ കോടികളുടേതാണ്. ആക്ച്വലി ഈ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി സ്ട്രൈക്കുകൾ നടക്കുന്നുണ്ട് അബൌട്ട് റെമ്യൂണറേഷൻ ടെക്നിക്കൽ ടീമിന് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് 33%. വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ് അതിനെക്കുറിച്ച്?
ഒന്ന് ഞാൻ ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, ഞാൻ എന്നെക്കുറിച്ചും ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ എൻ്റെ വർക്ക്സിനെ കുറിച്ചും ആ സിനിമകളെ കുറിച്ചും മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഇവർക്ക് ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടില്ല. ഈ നമ്മളീ പറയുന്ന ഈ ടെക്നീഷ്യൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സിനിമകൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളതിലും കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ പലപ്പോഴും സിനിമകളിൽ സംഭവിക്കുന്നത് ഒരു ഡയറക്ടറിനും അല്ലെങ്കിൽ ലീഡ് ആക്ടേഴ്സിനും അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ തന്നെയാണ് നമ്മളീ പറയുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകുന്നതും എല്ലാ തരത്തിലുള്ള ക്രെഡിറ്റ്സും എല്ലാം ഇവർക്ക് തന്നെയാണ് പോകുന്നത്. ഇവർ നമ്മളീ പറയുന്ന ടെക്നീഷ്യൻസ് അന്നുള്ള ഭക്ഷണത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ വേജസ് ഒഴിച്ച് അവരൊന്നും നേടുന്നില്ല. അവർ ഒരു ശമ്പള വർധനവ് ഡിസർവ് ചെയ്യുന്നു എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാനിത് എന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. ശമ്പള വർധനവ് ഉണ്ടായിട്ടുണ്ട് for the last 5 years അല്ലേ? first 5 years 10 years ആക്ടേഴ്സിന് ശമ്പള വർധനവ് ഉണ്ടാക്കുന്നത് വിജയിക്കുന്ന സിനിമകളാണ്. നമ്മൾ വിജയിക്കുന്ന സിനിമകളുടെ നല്ല ഭാഗമായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത സിനിമക്ക് വിളിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സമയത്തിന് 2-3 സിനിമകൾ വരുമ്പോൾ നമുക്ക് കുറച്ചധികം പൈസ ചോദിക്കാം. വിനയ് ഫോർട്ടിന് എങ്ങനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്? ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ഇറ്റ് ഫോർ യു ഫോർ ആസ് ആൻ ആക്ടർ? അതിനുവേണ്ടി പൈസ ഇല്ലാതെയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണോ? ഞാനുണ്ടല്ലോ ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പൈസ ഇല്ലാണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഞാനോ നിങ്ങളോ ജോലി എടുക്കുമ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് കൊണ്ടിട്ട് എനിക്ക് പൈസ തരണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെല്ലാവരും ലോകത്ത് ആരെന്ത് ജോലി എടുക്കുന്നു അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന ഒരാള് പുല്ല് കളച്ചു അല്ലെങ്കിൽ പുല്ല് പറിച്ചു, ബംഗാളി ആയിരിക്കാം, വൈകിട്ടാകുമ്പോൾ നമ്മൾ 650 രൂപ 700 രൂപ കൊടുക്കണോ? അപ്പം തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല ദാരിദ്ര്യത്തിൽ നിന്ന് മഹത്തായ സൃഷ്ടികളോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു. അതായത് എൻ്റെ അമ്മക്ക് സുഖമില്ല, എൻ്റെ അമ്മക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ല് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക നഷ്ടങ്ങൾ ഞാൻ സഹിക്കേണ്ട കാര്യമില്ല. ഞാൻ ആർട്ടിസ്റ്റാണ്. എപ്പോഴും എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും എന്നെ സംബന്ധിച്ച് പ്രയോറിറ്റി മനസ്സമാധാനമാണ്. മനസ്സമാധാനവും സാമ്പത്തികവും ഡയറക്ട്ലി കണക്റ്റഡാണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ പൈസ നമ്മൾ വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെ. പക്ഷെ അത് ചെയ്യുമ്പോഴും ഇപ്പം ഞാനൊരു പക്ഷെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം നമ്മൾ എപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ റിലീസാകാൻ പോകുന്ന സിനിമകൾ ഹലോ നമസ്തേ, മൺസൂൺ മാംഗൂസ്, കിസ്മത്ത്, ഗോഡ്സേ. അപ്പോൾ ഹലോ നമസ്തേ, മൺസൂൺ മാംഗൂസ് കുറച്ച് വലിയ അത്യാവശ്യം കമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ ഞാൻ വെരി ഡീസൻ്റ്ലി റെമ്യൂണറേറ്റഡ് ആയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അപ്പോൾ ആ സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് വളരെ ചുരുക്കമാണ്. ഒരു പക്ഷേ നമുക്ക് പറയാം ഒരു 50 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള സിനിമയാണ്. അപ്പോൾ ഇമാജിൻ ചെയ്യാം ഒരു ആക്ടറിന് എത്രത്തോളം വളരെ തുച്ഛമായ പൈസ വാങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമ ചെയ്യുക. പക്ഷേ ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, അതായത് വളരെ നല്ലൊരു സ്ക്രിപ്റ്റിൽ ഭയങ്കര ജെനുവിനും ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറും ടീമും വന്നിട്ടൊരു സിനിമ പറയുമ്പോൾ റെമ്യൂണറേഷൻ നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമല്ല. പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്കിപ്പോൾ സർവൈവ് ചെയ്യാനുള്ള പൈസ ദൈവം സഹായിച്ചുണ്ട്. ഇപ്പോൾ ഗോഡ്സേ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഞാൻ ചെയ്യുന്ന മറ്റേ വേഷങ്ങളൊന്നും എനിക്ക് പലപ്പോഴും ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകാറില്ല. കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷം ഷട്ടറിൽ ഞാൻ ചെയ്ത വേഷം. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ജോയ് മാത്യു എന്ന് പറയുന്ന സംവിധായകൻ അല്ലെങ്കിൽ ജോയ് മാത്യു എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. കാര്യം ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരുപാട് വർഷങ്ങളായി മലയാള സിനിമയിലുണ്ടായ ഏറ്റവും മികച്ച തിരക്കഥയാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വേഷമാണ് ഗോഡ്സേ എന്ന് പറയുന്ന സിനിമയിൽ. ശ്രീ ഗോവിന്ദൻ, ഷൈജു ഈ 2 പേരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രതീക്ഷ അർപ്പിക്കുന്നൊരു വേഷമാണ്. അതും ഞങ്ങൾ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരുപാട് പരിമിതികളിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ പക്ഷെ അത്തരം സിനിമകൾ നമുക്ക് ഓഫർ ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു സാമ്പത്തികം നമുക്ക് പ്രശ്നമല്ല. ആക്ച്വലി സ്റ്റാർട്ടിംഗ് ഡേയ്സിൽ ബിഗിനിങ് ഡേയ്സിൽ യു ഹാഡ് ഡൺ കുറച്ചുകൂടി ഒരു നെഗറ്റീവ് റോൾ. ഇപ്പോൾ അപൂർവരാഗം അതൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നെഗറ്റീവ് റോൾ ആയിരുന്നു ചെയ്തിരുന്നത്. അത് ഒരു റിസ്ക് അല്ലേ ഒരു ബിഗിനിങ് ഡേയ്സിൽ? ഞാൻ ഒരിക്കലും നെഗറ്റീവ് റോൾസ് മാത്രമായിട്ട് ചെയ്തിട്ടില്ല. ആസ് ആൻ ആക്ടർ
ഇപ്പൊ ആളുകൾ നമ്മളെ ഒരു നടനായിട്ട് ട്രീറ്റ് ചെയ്ത് സിനിമ അപൂർവരാകണം. പക്ഷെ ഞാൻ എന്നും എൻ്റെ കരിയറിൽ ഒരു കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഞാൻ എപ്പോഴും റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യും. അപൂർവരാധന ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും എന്നെ ഒരു കോമഡി ആക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ ആക്ടർ അല്ലെങ്കിൽ ലീഡ് ആക്ടർ അല്ലെങ്കിൽ വില്ലൻ ആക്ടർ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാര്യം അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തിരക്കഥകളിൽ ഞാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യത്യസ്തത നമുക്ക് ചെയ്യുമ്പോൾ എനിക്കും കാണുമ്പോൾ നിങ്ങൾക്കും തോന്നണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ വർക്കിലും മടുപ്പുണ്ടാവും, കാണുന്ന ആളുകൾക്കും മടുപ്പുണ്ടാവും.